ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിഴക്കൻ ആഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ ഭാവിയിൽ സംഭവിക്കാനിടയുള്ള കൂട്ടിയിടി മനസ്സിലാക്കുന്നതിൽ പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ആകർഷകമായ ചലനാത്മകതയിലേക്കും ഭൂമിയുടെ ഭൂമിശാസ്ത്ര ചരിത്രത്തിലേക്കും ആഴ്ന്നിറങ്ങുന്നത് പ്രധാനമാണ്. ഈ യാത്ര ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം, ചരിത്രപരമായ ലാൻഡ് മാസ് ഷിഫ്റ്റുകൾ, അവയുടെ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്നിവ പരിവേഷണം ചെയ്യുന്നു. ഭൂമിയുടെ ലിത്തോസ്ഫിയർ, അവയ്ക്ക് താഴെയുള്ള അർദ്ധദ്രാവക അസ്തനോസ്ഫിയറിൽ പൊങ്ങിക്കിടക്കുന്ന പല ഫലകങ്ങളായി വിഭജിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തം വിശദീകരിക്കുന്നു. ആവരണത്തിനുള്ളിലെ സംവഹന പ്രവാഹങ്ങൾ കാരണം ഈ പ്ലേറ്റുകൾ നിരന്തരമായ ചലനത്തിലാണ്. ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തെ രൂപപ്പെടുത്തുന്നു. ഇത് പർവ്വതങ്ങൾ, ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നിവയുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. ഏകദേശം 180 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മെസോസോയിക് കാലഘട്ടത്തിൽ സൂപ്പർ ഭൂഖണ്ഡം ഗോണ്ട്വാന പിളരാൻ തുടങ്ങി. ആഫ്രിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിങ്ങനെ നാം ഇപ്പോൾ തിരിച്ചറിയുന്ന ഈ ഭീമാകരമായ ഭൂപ്രദേശങ്ങൾ അവയിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യൻ പ്ലേറ്റ് പൊട്ടി തെതീസ് സമുദ്രത്തിലൂടെ വടക്കോട്ട് യാത്ര തുടങ്ങി. ഒടുവിൽ യുറേഷ്യൻ ഫലകവുമായി കൂട്ടിയിടിച്ച് ഹിമാലയം രൂപപ്പെട്ടു. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടി ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്ടോണിക് സംഭവങ്ങളിൽ ഒന്നാണ്. പ്രതിവർഷം 15 സെന്റിമീറ്റർ വേഗതയിൽ ഇന്ത്യ വടക്കോട്ട് നീങ്ങിയപ്പോൾ ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അത് യുറേഷ്യൻ ഫലകത്തിൽ ഇടിച്ചു. ഈ സ്മാരക ആഘാതം ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ പർവ്വതനിരയായ ഹിമാലയൻ പർവ്വതനിരകൾക്ക് കാരണമായി. ഇന്ന് കിഴക്കൻ ആഫ്രിക്കയിലും സമാനമായ ഒരു ടെക്ടോണിക് പ്രതിഭാസം അനുഭവപ്പെടുകയാണ്. കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലി ആഫ്രിക്കൻ പ്ലേറ്റ് 2 ചെറിയ പ്ലേറ്റുകളായി വിഭജിക്കുന്ന ഒരു വ്യത്യസ്ത അതിർത്തിയാണ്. സൊമാലിയൻ പ്ലേറ്റ്, നൂബിയൻ പ്ലേറ്റ് എന്നിങ്ങനെ. ഈ വിള്ളൽ ചെങ്കടലിൽ നിന്ന് മൊസാംബിക്കിലേക്ക് 3000 കിലോമീറ്ററിലധികം വ്യാപിക്കുന്നു. ആഫ്രിക്കൻ ഫലകത്തിന്റെ പിളർപ്പ് അഗ്നിപർവ്വത പ്രവർത്തനത്തിനും ഭൂകമ്പത്തിനും വലിയ വിള്ളലുകളുടെ രൂപീകരണത്തിനും കാരണമാകുന്നു. അപ്പോൾ കിഴക്കൻ ആഫ്രിക്കൻ വിള്ളൽ വികസിക്കുന്നത് തുടരുമ്പോൾ സൊമാലിയൻ പ്ലേറ്റ് ഒടുവിൽ ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർപെടുത്തുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രം ഈ വിടവിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുകയും ഒരു പുതിയ സമുദ്രതടം സൃഷ്ടിക്കുകയും ചെയ്യും. ഈ പ്രക്രിയക്ക് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൊമാലിയൻ ഫലകം കിഴക്കോട്ട് നീങ്ങുമ്പോൾ ഹിമാലയത്തിൽ രൂപപ്പെട്ട ചരിത്രപരമായ കൂട്ടിയിടിക്ക് സമാനമായി അത് ഒടുവിൽ ഇന്ത്യൻ ഫലകവുമായി കൂട്ടിയിടിച്ചേക്കാം. ഭാവിയിലെ ഈ കൂട്ടിയിടി ഒരു പുതിയ പർവ്വതനിരക്ക് കാരണമായേക്കാം. അതിനെ സോമാലയ പർവ്വതനിരകൾ എന്ന് വിളിക്കാം. നമ്മുടെ ഗ്രഹത്തെ രൂപപ്പെടുത്തുന്ന ഭൂമിശാസ്ത്രപരമായ പ്രക്രിയകൾക്കും കാര്യമായ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുമുണ്ട്. കിഴക്കൻ ആഫ്രിക്കയുടെയും ഇന്ത്യയുടെയും കൂട്ടിയിടി ഭൂമിശാസ്ത്രത്തെ മാറ്റിമറിക്കുകയും പുതിയ കരകളും കടൽപാതകളും സൃഷ്ടിക്കുകയും ചെയ്യും. കിഴക്കൻ ആഫ്രിക്കയിലെയും ദക്ഷിണേഷ്യയിലെയും രാജ്യങ്ങൾ അവരുടെ പ്രകൃതി വിഭവങ്ങൾ, കാലാവസ്ഥ, പരിസ്ഥിതി വ്യവസ്ഥകൾ എന്നിവയിൽ അഗാധമായ മാറ്റങ്ങൾ അനുഭവപ്പെടും. ഈ ഷിഫ്റ്റുകൾ വ്യാപാരം, കുടിയേറ്റം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയിൽ പുതിയ അവസരങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇടയാക്കും. ഇന്ത്യയുടെയും കിഴക്കൻ ആഫ്രിക്കയുടെയും പങ്കിട്ട വിധി നമ്മുടെ ഗ്രഹത്തിന്റെ പരസ്പര ബന്ധത്തെ അടിവരയിടുകയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങൾ നമ്മുടെ ഭൂഖണ്ഡങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നത് തുടരുകയാണ്. കിഴക്കൻ ആഫ്രിക്കയും ഇന്ത്യയും ഒരുമിച്ച് നീങ്ങുമ്പോൾ ഭൂമിയുടെ ഭൂമിശാസ്ത്രത്തിന്റെ ചലനാത്മക സ്വഭാവത്തെക്കുറിച്ചും ഭൗമരാഷ്ട്രീയത്തിന്റെ സദാ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതിയെക്കുറിച്ചും അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കിഴക്കൻ ആഫ്രിക്കയുടെ ആത്യന്തികമായ തകർച്ചയും ഇന്ത്യയുമായുള്ള ലയന സാധ്യതയും ഭൂമിയുടെ ചരിത്രത്തിന്റെയും ഭാവിയുടെയും ഫാബ്രിക്കിലൂടെ നെയ്തെടുത്ത ആകർഷകമായ വിവരണമാണ്. നമ്മൾ ജീവിക്കുന്ന ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ അപാരമായ ശക്തി ഇത് എടുത്തു കാണിക്കുകയും നമ്മുടെ ഗ്രഹത്തിന് സംഭവിച്ചേക്കാവുന്ന അഗാധമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു നേർക്കാഴ്ച നൽകുകയും ചെയ്യുന്നു. ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള ഈ ഭൂമിശാസ്ത്ര നൃത്തം വരും സഹസ്രാബ്ദങ്ങളിലും ഭൗതിക ലോകത്തെയും മനുഷ്യ സമൂഹത്തെയും സ്വാധീനിക്കുന്നത് തുടരും. കിഴക്കൻ ആഫ്രിക്ക പിളർന്ന് ഒടുവിൽ ഇന്ത്യയുമായി ലയിക്കുമെന്ന ആശയം പ്ലേറ്റ് ടെക്ടോണിക്സുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്ര പ്രക്രിയകളിൽ വേരൂന്നിയതാണ്. ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം ക്രമേണ ആഫ്രിക്കൻ ഫലകത്തെ 2 ചെറിയ പ്ലേറ്റുകളായി വിഭജിക്കുന്നു. സൊമാലിയൻ പ്ലേറ്റ്, നൂബിയൻ പ്ലേറ്റ്. ഈ വിള്ളൽ കിഴക്കൻ ആഫ്രിക്കയെ ഭൂഖണ്ഡത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പതുക്കെ അകന്നു പോകാൻ കാരണമാകും. അതേസമയം ഇന്ത്യൻ പ്ലേറ്റ് പ്രതിവർഷം ഏകദേശം 5 സെന്റിമീറ്റർ എന്ന നിരക്കിൽ വടക്കോട്ട് നീങ്ങുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ ഈ ചലനം ഇന്ത്യൻ ഫലകത്തെ സൊമാലിയൻ ഫലകവുമായി സമ്പർക്കം പുലർത്തും. ഈ ടെക്ടോണിക് പ്രവർത്തനം കിഴക്കൻ ആഫ്രിക്കയെ ഇന്ത്യയുമായി ലയിപ്പിക്കുന്നതിനും ഭൂമിശാസ്ത്രപരവുമായ കാര്യമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകും. ഈ ഫലകങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടി ആഫ്രിക്കയിലെ കൊമ്പിൽ
ഒരു പുതിയ പർവ്വതനിരയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചേക്കാം. ഇത് ഹിമാലയത്തിന്റെ വലിപ്പത്തിന് എതിരാളിയാകാൻ സാധ്യതയുണ്ട്. ഈ പ്രക്രിയ പ്രദേശത്ത് ഭൂകമ്പവും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കും. ഇത് പരിസ്ഥിതി വ്യവസ്ഥകൾക്കും മനുഷ്യവാസ കേന്ദ്രങ്ങൾക്കും അപകട സാധ്യതകൾ സൃഷ്ടിക്കും. എന്നിരുന്നാലും ഈ മാറ്റങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ സംഭവിക്കുമെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിലെ ഭൗമരാഷ്ട്രീയവും സാമ്പത്തികവുമായ അവസ്ഥകളിൽ ഉടനടിയുള്ള ആഘാതം വളരെ കുറവാണ്. എന്നാൽ ഈ പ്രക്രിയകൾ മനസ്സിലാക്കുന്നത് ഭൂമിയുടെ ഭൂപ്രകൃതിയിൽ ഭാവിയിലെ മാറ്റങ്ങൾ പ്രവചിക്കാനും തയ്യാറെടുക്കാനും ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. കിഴക്കൻ ആഫ്രിക്ക പിളർന്ന് ഇന്ത്യയുമായി ലയിക്കുന്ന കൗതുകകരമായ ഭൂഗർഭ യാത്രയെക്കുറിച്ച് പഠിക്കുന്നത് നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുന്നത് ഉറപ്പാക്കുക. ശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് പങ്കിടുക. കൂടുതൽ കൗതുകകരമായ ഉള്ളടക്കത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.